rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a crater when I dive. See it from a bird's eye. I'm ready to taste no more nights, so slow pick up. അടുത്ത നമ്മൾ ഫോർ ലൂപ്പിൻ്റെ റോയ്ക്കകത്ത് കയറുന്നു. നമുക്ക് ഓരോ കോളം പ്രിൻ്റ് ചെയ്യണം. അതിനു വേണ്ടി ഫോർ ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനു വേണ്ടി അതായത് ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ചങ്ക്സിലേക്ക് ഡേറ്റ കൊണ്ടുവന്നു. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ചങ്ക്സിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റ് ഡേറ്റ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ മാത്രം ഒന്ന് ഇട്ട് നോക്കാം. റേറ്റിംഗ് ഒന്നും നമുക്കില്ല, അതുകൊണ്ട് റേറ്റിംഗ് എടുത്ത് കളഞ്ഞേക്കാം. ഈ ഹെഡിങ് മാത്രം നമുക്കൊന്ന് ഇട്ടേക്കാം. അതിന് വേണ്ടി പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ കോളം ഇവിടെ എൻഡ് ചെയ്യിച്ചേക്കാം. നമുക്ക് ഇത് മൂന്നും വേണ്ട, കാരണം നമ്മൾ ഐട്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് എൻഡ് ചെയ്യണം. N4 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആദ്യത്തെ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്നു. ആദ്യം റോസിൻ്റെ ഇന്നർ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്തോ മിസ്സിങ് വന്ന്, ആദ്യത്തെ നമ്മൾ ചെയ്തതിൽ എന്തോ മിസ്സിങ് വന്നിട്ടുണ്ട്. ആദ്യത്തെ 4 തന്നെയാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമ്മുടെ ടെംപ്ലേറ്റ് ടാഗിലേക്ക് പോകുന്നു. ഇപ്പം നമുക്ക് വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്ത അതേ ഡേറ്റ തന്നെയാണ് താഴെയും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അടുത്ത നെക്സ്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ ടാഗിൻ്റെ ലോജിക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അവിടേക്ക് വന്നു chunks.py. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഓരോ തവണ ഇറ്ററേറ്റ് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ 0 ആക്കി. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടീഷൻ ഒന്നുകൂടെ i = 0 എന്ന് കൊടുക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം 0 1 2 3 4 വന്നു. നെക്സ്റ്റ് വീണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും അതിൻ്റെ വാല്യൂ അത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി കിടക്കുന്ന ചങ്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 കണ്ടീഷനും, അതുകൊണ്ടാണ് ചങ്ക് ഒന്നുകൂടെ എംപ്റ്റി ആക്കി റിട്ടേൺ ചെയ്യേണ്ടി വരും. ഓക്കെ, വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. സെർവർ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. റീലോഡ് ചെയ്യുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ എഴുതിയേക്കാം. ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രം ഇൽഡ് ചെയ്യിച്ചാൽ മതി. ഇവിടെ പ്രശ്നം വെച്ചാൽ ഓരോ തവണ 2 ഇത് പ്രിൻ്റ് ആക്കാൻ കൊടുത്തിരിക്കുന്നതാണ് ഇഷ്യൂ വന്നത്. ഒരൊറ്റ കോളം കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഡേറ്റ പ്രിൻ്റ് ആയി കൃത്യമായിട്ട്. നമ്മുടെ ഡിസൈനിനകത്ത് നമ്മൾ 2 കൊടുത്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, ആദ്യത്തെ തവണ 4, പിന്നത്തെ തവണ 2. ഓക്കെ, ഇപ്പം ഡേറ്റ നമ്മുടെ കൃത്യമായിട്ട് പ്രിൻ്റായി. ഇനി നമ്മൾ ഈ എലമെൻറ്റുകളെല്ലാം ഒന്നും കൂടെ, നമ്മൾ ടൈറ്റിൽ മാത്രമേ കൊടുത്തുള്ളായിരുന്നു, എല്ലാം കൊടുക്കുക. ഇമേജസും ബാക്കി ഡേറ്റ എല്ലാം കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ബാക്കി പ്രൊഡക്റ്റിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. SRCക്കകത്ത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഡോട്ട് നമ്മുടെ ഇമേജിൻ്റെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് ഇമേജാണ്. അപ്പം നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL, ഓക്കെ, ഇമേജ് URL കൊടുക്കുന്നു. പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൈസ് ലോഡായി, ഇമേജിൽ ലോഡായി. ഓക്കെ, ഇനി നമ്മുടെ URL ലിങ്ക് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ URL ലിങ്ക് എഴുതിയതാണ് പോയത്. URL ലിങ്ക് കൂടെ എടുത്ത് കൊടുക്കണം. ഓക്കെ, റിഫ്രഷ് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ URL ആഡ് ചെയ്തു.
ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട്. ഇവിടെ നമുക്ക് 4 2 6 ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പേജിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് മിക്കവാറും നിങ്ങളുടെ പ്രാക്ടിക്കൽ ഒരു വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രൊഡക്ട്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിനേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. പേജിനേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്കുള്ള ഡേറ്റയെ പല പേജസ് ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 1000 പ്രോഡക്റ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ സെർവറും ഓരോ പേജായിട്ടായിരിക്കും അതിൽ ഡേറ്റ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഈ ലിങ്കിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 10 ഡേറ്റ മാത്രം വരുന്നു. പിന്നെ നെക്സ്റ്റ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത 10 ഡേറ്റ ആയിരിക്കും സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നത്. അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമുക്ക് പേജിനേഷൻ വെച്ച് കാണിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ജാങ്കോയിൽ പേജിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്, പേജിനേറ്റർ എന്ന് പറയും. ഈ പേജിനേറ്റർ ക്ലാസ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ബൾക്ക് ഓഫ് റെക്കോർഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ പേജിനേറ്ററാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പേജിനേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ പേജിനേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു കൺസ്ട്രക്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഫെച്ച് ചെയ്ത ഒബ്ജക്ട്സ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേജിനേറ്റർ ഒബ്ജക്റ്റ് റെഡിയായി. ഈ പേജിനേറ്റർ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പേജിനേഷൻ പോസിബിൾ ആയിരിക്കും. ഈ പേജിനേറ്റർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പേജിനേറ്റർ ക്ലാസ്സിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് കൊടുത്ത റെക്കോർഡ്സിനെ പേജ് വൈസ് ലിസ്റ്റ് ചെയ്യാനും അപ്പോൾ അതിൻ്റെ ടോട്ടൽ കൗണ്ട്സ് എടുക്കാനും എല്ലാം ഉള്ള മെത്തേഡ്സ് നമുക്ക് പേജിനേറ്റർ ക്ലാസ്സിലുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ജാങ്കോ പേജിനേറ്റർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഫ്രം ജാങ്കോ ഡോട്ട് കോറിൽ നിന്ന് പേജിനേറ്റർ മോഡ്യൂളിൽ നിന്നാണ് നമ്മുടെ പേജിനേറ്റർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പേജിനേറ്റർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ നേരെ ലിസ്റ്റ് പ്രൊഡക്ട്സ് വരിക. ഇപ്പം നമ്മൾ നേരെ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് നേരെ ഫെച്ച് ചെയ്യുന്നു. ആ ഫെച്ച് ചെയ്ത പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് നേരെ ടെംപ്ലേറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ അതിന് പകരം നമ്മൾ പേജിനേറ്റർ നമുക്ക് നേരെ പ്രൊഡക്റ്റ് ലിസ്റ്റ് കൊടുക്കുന്നതിന് പകരം ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മുടെ പേജിനേറ്റർ ക്ലാസ്സിൽ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ നേരെ ഒരു പ്രൊഡക്റ്റ് പേജിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ആ പ്രൊഡക്റ്റ് പേജിനേറ്റർ എന്ന് പറയുന്നത് ഒരു പേജിനേറ്റർ ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ പേജിനേറ്റർ ക്ലാസ്സിന് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ കൊടുക്കും. ഒന്ന്, ഏത് ലിസ്റ്റിൻ്റെ പേജിനേറ്ററാണ്, ഇപ്പോൾ നമ്മൾ ഏത് റെക്കോർഡ്സിൻ്റെ പേജിനേറ്ററാണോ അത് ആ ഒബ്ജക്ട്സ് ലിസ്റ്റ്, അതായത് പ്രൊഡക്റ്റ് ലിസ്റ്റ്. പിന്നെ രണ്ടാമത് ഒരു പേജിൽ എത്ര കൗണ്ട് വീതമാണ് വരേണ്ടത്. നമുക്കിപ്പം ജസ്റ്റ് 6 റെക്കോർഡ്സേ കിടപ്പുള്ളൂ, 6 പ്രൊഡക്ട്സേ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടി 2, അപ്പോൾ അതായത് നമുക്ക് 3 പേജ് ടോട്ടൽ കാണും. ഒരു പേജിൽ 2 എണ്ണം വീതം. ഓക്കെ, പേജിനേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രൊഡക്ട്സ് എന്നുള്ളതെടുത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്നുള്ളത് ഇപ്പം നമുക്ക് പേജിനേറ്റർ ഒബ്ജക്റ്റ് കിട്ടി. ആ പേജിനേറ്ററിൽ നിന്ന് ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഏത് പേജാണോ യൂസർ റിക്വസ്റ്റ് ചെയ്തത് ആ പേജാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് പേജിനേറ്റർ ഡോട്ട് ഗെറ്റ് പേജ് ഓഫ് 1. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ യൂസർ ഏത് പേജാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ പേജാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ യൂസർ പേജ് റിക്വസ്റ്റ് ചെയ്യാനുള്ള കോഡ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് വെറുതെ ഗെറ്റ് പേജ് ഓഫ് 1 ഒരു ഫസ്റ്റ് പേജ് മാത്രമായിട്ട് കാണാൻ വേണ്ടിയാണ് ഗെറ്റ് പേജ് ഓഫ് 1 എന്ന് പറഞ്ഞ് അത് പാസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ എന്ത് ചേഞ്ചാണ് വന്നെന്ന് നോക്കാം. നേരെ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ആദ്യത്തെ 2 പ്രൊഡക്റ്റാണ് ലിസ്റ്റ് അയക്കുന്നത്. നമ്മൾ ഇവിടെ നേരെ ഗെറ്റ് പേജ് ഓഫ് 2 എന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് കരുതാം. ഓക്കെ, നെക്സ്റ്റ് 2 പേജിൽ ഡേറ്റയാണ് വന്നത്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ
ലാബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഗെറ്റ് പേജ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മൂന്നാമത്തെ ഡേറ്റ വരും. അതുപോലെ നമ്മൾ ഗെറ്റ് പേജ് ഇപ്പം നമുക്ക് 4 പേജ് ഇല്ല, ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. ഗെറ്റ് പേജ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഗെറ്റ് പേജ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡേറ്റ അതിൽ തന്നെ ഇതായി നിൽക്കുകയാണ് വരുന്നത്, എക്സെപ്ഷൻ ആയിരിക്കും വരുന്നത്. കാരണം അവിടെ നമുക്ക് ആ പേജിനേഷൻ എക്സെപ്ഷനാണ് അവിടെ ഇരിക്കുന്നത്. ഗെറ്റ് പേജ് ഓഫ് 4 അടിച്ചു കഴിഞ്ഞാൽ നമുക്കാകെ 3 പേജുകൾ. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് പേജിനേഷനകത്ത് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് എത്ര പേജസ് ഉണ്ട് ആ പേജസിനെ നമ്മൾ ഇതേപോലെ നമ്മൾ എത്ര പേജസ് ഉണ്ടോ ആ പേജസിനെ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്യിക്കും. എന്നിട്ട് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ പേജിലേക്ക് ഐട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് യൂസർ ഇവിടെ ഗെറ്റ് പേജ് ഓഫ് 1, 2 എന്നൊക്കെ കൊടുക്കുന്നതിന് പോലെ നമ്മൾ ഏത് പേജാണോ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതെന്നൂടെ നമ്മൾ അറിയണം. അതിനു വേണ്ടി നമ്മളൊരു റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എഴുതുവാണ്. അതായത് യൂസർ നമ്മൾ നേരെ പ്രൊഡക്റ്റ് ലിസ്റ്റ് നേരത്തെ കേസിൽ നേരെ ഇന്ന പേജ് എന്നില്ല, നേരെ നമുക്ക് ആ ലിസ്റ്റ് പ്രൊഡക്ട്സ് ഫംഗ്ഷനകത്ത് നേരെ പേജ് ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് പകരം ഒരു ഗെറ്റ് ഓപ്ഷനോടെ എടുക്കുകയാണ്. അതായത് നമ്മുടെ നേരത്തെ നമ്മൾ ഗെറ്റ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സെർച്ചൊക്കെ നോക്കിയിരുന്നു. ഇതതുപോലെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗെറ്റ് കൂടെ കൂട്ടുവാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ബൈ ഡീഫോൾട്ട് ഇത് 1 ആക്കുന്നു. എന്നിട്ട് ഇഫ് കണ്ടീഷൻ എഴുതിയേക്കാണ്. യൂസറിനകത്ത് പേജ് കൂടെ നമ്മൾ ഗെറ്റ് ചെയ്യിക്കുകയാണ്. അതായത് യൂസറിൻ്റെ ഇന്ന് ഏത് പേജിലെ ഡേറ്റയാണ് വേണ്ടതെന്നൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഡിഫോൾട്ട് 1 റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റിന് അത് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഏത് പേജാണോ ആ പേജ് നമ്മളിവിടെ എടുക്കുന്നു. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ അവിടെ പേജ് എന്നാക്കുന്നു. ഓക്കെ, ഗെറ്റ് പേജ് ഓഫ് ഇവിടെ അല്ല, നമ്മുടെ പേജിനേറ്ററിനകത്ത് ഏത് പേജാണെന്നുള്ളത് ഗെറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും വ്യൂസ് ഡോട്ട് പി നമ്മുടെ ടെംപ്ലേറ്റിൽ വരുന്നു. ടെംപ്ലേറ്റിനകത്ത് നമ്മൾ പേജിനേഷന് വേണ്ടി 1, 2, 3, 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേജിനേഷന് വേണ്ടിയുള്ള ലിങ്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ നേരെ സ്പാനിനകത്ത് ഇവിടെ നമ്മൾ പേജ് ലിങ്ക് ഇടുകയാണ്. href പേജ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. താഴെ href പേജ് ഈക്വൽ ടു 2, താഴെ href 1, 2, 3. ഓക്കെ, എന്നിട്ട് നമ്മളതൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, 1 പ്രസ് ചെയ്യുന്നു. ഇതിനകത്തൊരു വിഷയമുണ്ട്, നമുക്ക് നേരെ നോക്കാതെ എന്താണെന്നുള്ളത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് പാൻ കൊടുക്കുമ്പം ഇത് അകത്തിട്ടില്ലെങ്കിൽ വർക്കാവില്ല. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ്. നമ്മൾ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
പേജ് ഏത് പേജാണെന്നുള്ള വാല്യൂ നമ്മൾ ഗെറ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അതിനുശേഷം നമ്മൾ ഗെറ്റിൻ്റെ എന്ത് പാരാമീറ്റർ ആണോ എന്നുള്ളത് വാല്യൂ ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന വാല്യൂ നമുക്ക് അവിടെ ആക്സസ് ആവും. ഇത് നേരത്തെ നമ്മൾ ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നൂടെ പറഞ്ഞതേ ഉള്ളൂ. റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ താഴത്തെ നമ്മുടെ ഇവിടെ ലിങ്ക് നോക്കി അറിയാം. ഇവിടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് അവിടെ പേജ് 1 എന്നാണെന്ന് വന്നത്, പേജ് 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പേജ് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പേജ് വരുന്നു, 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിലെ ഡേറ്റ, 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജിലെ ഡേറ്റ. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ പേജ് 1 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ നേരെ ഈ നമ്മുടെ വ്യൂ ഫംഗ്ഷനകത്ത് ഓക്കെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പേജ് എന്ന് പറഞ്ഞു വരുന്നു. ബൈ ഡിഫോൾട്ട് അതായത് പേജിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ആദ്യത്തെ പേജ് തന്നെ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഈ (1) എന്ന് പറഞ്ഞ് ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പേജിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. അത് പേജിലെത്തുന്നു. അതിനുശേഷം നമ്മുടെ പേജിനേറ്റർ ഒബ്ജക്റ്റിനകത്ത് ഗെറ്റ് പേജ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഏത് പേജിലെ ഡേറ്റയാണോ ഫെച്ച് ചെയ്യേണ്ടതാണ് കൊടുത്തേക്കുന്നത്, അത് ആ പേജിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് ഇത് ഓർക്കാവുന്നത്. പക്ഷേ ഇപ്പം നമുക്കൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എത്ര പേജ് ഉണ്ടെന്ന് നമുക്കൊരിക്കലും അറിയത്തില്ലല്ലോ. അത് നമുക്ക് ഡൈനാമിക്കായിട്ട് അറിയേണ്ടി വരും. അതിനുവേണ്ടി നമ്മുടെ പേജിനേറ്ററിൽ തന്നെ ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. പേജിനേറ്റർ നമ്മുടെ ജാങ്കോയുടെ പേജിനേറ്ററിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പേജ് റേഞ്ച്. ഈ പേജ് റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ട് എത്ര പേജിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേജിനേറ്ററിനകത്തുനിന്ന് ഈ പേജ് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏത് റേഞ്ചിലാണ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് പേജസ് അറിയാനാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പേജിനേറ്റർ ക്ലാസ്സിൽ തന്നെ പേജിനേറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് പേജിനേറ്റർ ക്ലാസ്സിലുള്ള കുറേ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പേജ് റേഞ്ച് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ടെംപ്ലേറ്റിലെത്തുക. ടെംപ്ലേറ്റിനകത്ത് ഇപ്പം നമ്മൾ പ്രൊഡക്ട്സിനകത്താണ്, നമ്മുടെ പ്രൊഡക്ട്സിലാണ് നമ്മുടെ ഡേറ്റ കിടക്കുന്നത്, പ്രൊഡക്ട്സിൻ്റെ പേജിനേറ്റർ. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്ട്സിൻ്റെ പേജിനേറ്റർ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രൊഡക്ട്സ് ഡോട്ട് പേജിനേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വീണ്ടും നമ്മളിവിടെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ പേജ് എന്ന് വേണ്ട, ഐ എന്ന് പറഞ്ഞുണ്ട്. ഫോർ ഐ ഇൻ പ്രൊഡക്റ്റ് ഡോട്ട് പേജിനേറ്റർ ഡോട്ട് പേജ് റേഞ്ച്. ഓക്കെ, പ്രൊഡക്റ്റ് ഡോട്ട് പേജിനേറ്റർ ഡോട്ട് പേജ് റേഞ്ച്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേജിനേറ്ററിൻ്റെ പേജ് റേഞ്ചിൽ നിന്ന് ഐ എടുക്കുന്നു. ആ ഐ നമ്മളിവിടെ കൊടുക്കുന്നു. അത് തന്നെ ഇവിടെയും കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്നു. ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, പ്രൊഡക്ട്സിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, പ്രൊഡക്ട്സ് എന്നാണ് നമ്മളവിടെ. ഓക്കെ, ഒന്നുകൂടെ റിഫ്രഷ് എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പേജ് 1, 2, 3 തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. 1 നിൽക്കുമ്പോൾ ഒന്നാമത്തെ പേജ് വരുന്നു, 2 നിൽക്കുമ്പോൾ രണ്ടാമത്തെ പേജ്, 3 നിൽക്കുമ്പോൾ മൂന്നാമത്തെ പേജ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേജിനേറ്ററിൻ്റെ പേജ് റേഞ്ച് പ്രൊഡക്ട്സ് ഡോട്ട് പേജിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനേറ്റർ ഒബ്ജക്റ്റ് കിട്ടും. പിന്നെ അതിൽ പേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായുള്ള പേജ് റേഞ്ച് നമുക്കറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് പേജ് റേഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കിതേപോലെ എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ടോ ആ പേജസിൻ്റെ കൗണ്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ചില കണ്ടീഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ കറണ്ട് പേജിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി ഒരു പ്രീവിയസ് സിമ്പിളും അതുപോലെ മുന്നോട്ട് പോകാൻ വേണ്ടി നെക്സ്റ്റ് സിമ്പിളും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വല്ലതുള്ള മെത്തേഡ് ഈ പേജിനേറ്റർ ക്ലാസ്സിൻ്റെ തന്നെ ഒബ്ജക്റ്റിൽ നിന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ട്സ് എന്നുള്ളത് കറണ്ട് പേജാണ്. നമുക്ക് പ്രൊഡക്ട്സിൽ തന്നെ കുറേ ഫങ്ഷൻസ് ഇവിടെ നമ്മൾ നേരത്തെ പോലെ നേരെ പ്രൊഡക്ട്സിൻ്റെ റെക്കോർഡ്സ് ഒബ്ജക്റ്റ് അല്ല നമ്മളിവിടെ റിട്ടേൺ ചെയ്യിച്ചേക്കുന്നത്. അതിന് പകരം നമ്മുടെ വ്യൂ ഫംഗ്ഷനിൽ നോക്കി അറിയാം, ഇതുണ്ടോ, ശരിക്കും വ്യൂ ഫംഗ്ഷനിൽ നമ്മൾ ഗെറ്റ് പേജ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് നേരത്തെ പോലെ പ്രൊഡക്റ്റ് ലിസ്റ്റ് അല്ല, ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് അല്ല റിട്ടേൺ ചെയ്യുന്നത്. അതിന് പകരം ഒരു പേജായിട്ടാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ
റിട്ടേൺ എ വാലിഡ് പേജ് ഇഫ് ദ പേജ് ആർഗ്യുമെൻറ്റ്. ഈ പേജ് ഫംഗ്ഷൻ, അതായത് ഗെറ്റ് പേജ് റിട്ടേൺ ചെയ്യുന്നത് ഒരു പേജാണ്. ആ പേജിന്, അതായത് പേജിനേറ്ററിൻ്റെ ഒരു പേജാണ്. ആ പേജിൽ തന്നെ ഉള്ള കുറേ മെത്തേഡ്സുകളുണ്ട്. ആ മെത്തേഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതിലുള്ള ഒരു മെത്തേഡാണ് ഇഫ് പ്രൊഡക്ട്സ് ഡോട്ട് ഹാസ് പ്രീവിയസ്. ഇത് ഹാസ് പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ആണ്. ഹാസ് പ്രീവിയസ് വാല്യൂ ട്രൂ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രീവിയസ് ഡേറ്റ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹാസ് പ്രീവിയസ് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇങ്ങനെ കൊടുക്കുന്നു. പ്രീവിയസ് ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ഒരു സിമ്പിൾ. ആ പ്രൊഡക്ഷനകത്ത് ഹാസ് പ്രീവിയസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഹാസ് പ്രീവിയസ് ഫംഗ്ഷനിൽ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന പേജിന് പ്രീവിയസ് ആയിട്ട് ഒരു പേജ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രീവിയസ് പേജ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുള്ള ഫംഗ്ഷനും ഇതിൽ തന്നെയുണ്ട്. പ്രൊഡക്ട്സ് ഡോട്ട് പ്രീവിയസ് പേജ് നമ്പർ. ഓക്കെ, സ്പാൻ ഐക്ക് പകരം ഞാൻ ചുമ്മാ ഒരു സിമ്പിൾ കൊടുക്കുകയാണ്. പ്രീവിയസിലേക്ക് പോകാനുള്ള ഒരു സിമ്പിൾ കൊടുത്തു. അതിന് ശേഷം റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ 3-ൽ വന്ന് നോക്കിയിട്ട് പ്രീവിയസ് പേജ് നോക്കിക്കഴിഞ്ഞാൽ 2 ആയിരിക്കും. 2-ൽ വന്ന് നോക്കിയിട്ട് പ്രീവിയസ് പേജ് നോക്കിയാൽ 1 ആയിരിക്കും. അതുപോലെ 1-ൽ വരുമ്പോൾ നമ്മുടെ പ്രീവിയസ് സിമ്പിൾ ഇല്ല, കാരണം അവിടെ ഡേറ്റ ഇല്ല. ഇപ്പം ഇത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് പോലെ തന്നെ നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കിടാം. അതിന് ഹാസ് പ്രീവിയസിന് പകരം ഹാസ് നെക്സ്റ്റും പ്രീവിയസ് പേജ് നമ്പറിന് പകരം നെക്സ്റ്റ് നമ്പറും കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റിൻ്റെ സിമ്പിൾ മാറ്റുന്നു. റിഫ്രഷ് ചെയ്യുന്നു. 1 ക്ലിക്ക് ചെയ്യുന്നു. 2 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇവിടെ പ്രീവിയസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസിൽ പോകും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. 3 ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പേജ് നമ്പർ എന്നുള്ളത് പ്രീവിയസ് നെക്സ്റ്റ് പേജ് നമ്പർ എന്നാക്കി കൊടുക്കും. പ്രീവിയസ് നമ്പർ അല്ല, നെക്സ്റ്റ് പേജ് നമ്പർ എന്നാണ് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ ഇഷ്യൂ വന്നത്. റിഫ്രഷ് ചെയ്യാം. അങ്ങനെ നോക്കട്ടെ. പ്രീവിയസ് പോയിട്ടില്ല, നെക്സ്റ്റ് പേജ് നമ്പർ. ഓക്കെ, 1 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെയാണ് പേജിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2 എലമെൻറ്റ് വെച്ചാണ് ലിസ്റ്റ് ചെയ്തത്. അത് വേണമെങ്കിൽ 3 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3 എലമെൻ്റ് ആയിരിക്കും അവിടെ വരുന്നത് ലിസ്റ്റിൽ. നമ്മുടെ കേസിൽ 4 ആയതുകൊണ്ട് 4 തന്നെ ഇട്ടേക്കാം. അല്ലെങ്കിൽ എത്ര എലമെൻറ്റ് വെച്ച് വേണോ ലിസ്റ്റ് ചെയ്യണം അത്ര എലമെൻറ്റ്. ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റ് വ്യൂ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഇത് ഞാൻ 10 എന്നാക്കുന്നു. 10 എന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ പേജിൽ തന്നെ പേജിനേറ്റർ വർക്കാവും. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഇവിടെ ആകെ ഒരു ഒറ്റ പേജേ ഉള്ളൂ. അതേസമയം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ പേജിനേറ്ററിൻ്റെ സൈസ് അനുസരിച്ച് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 6 പേജായിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പേജിനേഷൻ്റെ വർക്കിംഗ് ജാങ്കോയിൽ വർക്കാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തേത് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് ബേസിക്കലി നമ്മൾ ഇന്ന് നോക്കിയതാണ് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പേജിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നത്, പേജിനേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വർക്കാവുന്നത്, ഇതെല്ലാമാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഓർഡർ മാനേജ്മെൻറ്റ് സെക്ഷനാണ്. അത് നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.